ഹായ്, നമ്മളിന്ന് കൊല്ലം ടു കൊടൈക്കനാലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ട്രെയിനിൽ നിന്ന് എണീറ്റു കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമാണ് അവിടുത്തെ ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ചെല്ലുന്ന പളനിയിലാണ്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. മാത്രമല്ല നല്ല എനർജി ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന ബസ് സ്റ്റാൻഡിലേക്കാണ്. ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. തമിഴ്നാടെന്ന് പറയുമ്പോഴേ നമുക്കറിയാം നിറച്ച് ഫ്രൂട്ട്സ് ആയിരുന്നു. അപ്പോൾ സൈഡിൽ ഫുള്ള് ഇങ്ങനെ ഫ്രൂട്ട്സ് വിൽക്കുന്നതാണ്. അപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പളനി കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ രാവിലെ കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പോകാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ കാണാനെങ്കിലും പറ്റിയല്ലോ. അപ്പോൾ നേരെ നമ്മൾ ബസ്സിൽ കയറി. ഇത് പളനി ടു കൊടൈക്കനാൽ ബസ്സാണ്. അപ്പം ഇത് കുറേ ചുരങ്ങൾ കയറിയിട്ടാണ് പോകുന്നത്. അങ്ങോട്ടുള്ള യാത്ര ഭയങ്കര രസമാണ്. അപ്പോൾ ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്താറുണ്ട്. അങ്ങനെ 2 മണിക്കൂർ ചുരങ്ങൾ കയറിയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ പൂണ്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ശരിക്കും ഇവിടുന്ന് ഇനി 2 hour ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പൂണ്ടിയിലെത്തിയിരിക്കുകയാണ്. ഇവിടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര നൈസായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ക്ലൈമറ്റും ആ ഒരു തണുപ്പും ഭയങ്കര രസമാണ്. കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്. നല്ല ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മെല്ലെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഈവനിങ് ടൈമിലുള്ള ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു വ്യൂവും ഭയങ്കര രസമാണ്. ഇവിടെ നിന്നും കുറേ റീൽസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നമ്മുടെ തണുപ്പ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇനി ഇരുന്ന ടാസ്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ നടക്കാൻ. ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റേ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. നമ്മൾ ഇനി ഇവിടെയാണ് 2-3 ദിവസത്തേക്ക് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയാണ്. ബാക്കി നമുക്ക് പിന്നെ കാണാം.